വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി. അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന പാർട്ടിക്ക് നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഇതോടെ മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ ഡൽഹിയിലും ഇന്ത്യ സഖ്യത്തിലെ വിള്ളലുകൾ കൂടുതൽ ശക്തമായി. ഡൽഹിയിൽ സഖ്യത്തിനില്ലെന്ന് കോൺഗ്രസും ആപ്പും നേരത്തെ തന്നെ വ്യക്തമാക്കുകയും തങ്ങളുടേതായ നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുകയുമായിരുന്നു. ഇതിനിടയിലാണ് സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായ സമാജ്വാദി പാർട്ടി ആപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തു വരുന്നത്. മഹാരാഷ്ട്രയിൽ സീറ്റ് ധാരണയിൽ കോൺഗ്രസുമായി ഇടഞ്ഞ അഖിലേഷ് യാദവിന്റെ പാർട്ടി ചില സീറ്റുകളിൽ തനിച്ചു മത്സരിച്ചിരുന്നു. ഡൽഹിയിലെ ത്യാഗരാജ് സ്റ്റേഡിയത്തിൽ ആപ്പ് സംഘടിപ്പിച്ച മഹിളാ അദാലത്ത് പരിപാടിയിൽ സംസാരിക്കവെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പിന്തുണ അഖിലേഷ് യാദവ് അറിയിച്ചത്. ഡൽഹി സർക്കാരിന്റെ ഭരണത്തെയും ജനകീയ വിഷയങ്ങളിൽ ആപ്പ് നടത്തുന്ന ഇടപെടലുകളെയും അദ്ദേഹം പ്രശംസിച്ചു. ആം ആദ്മി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ഡൽഹിയിലെ ജനങ്ങളെ സേവിക്കാൻ അവർക്കൊരവസരം കൂടി ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അഖിലേഷ് യാദവ് പറഞ്ഞു. ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായുള്ള സഖ്യം തുടരുമ്പോഴാണ് അയൽ സംസ്ഥാനമായ ഡൽഹിയിൽ ആപ്പിന് പിന്തുണ നൽകാനുള്ള എസ്പിയുടെ തീരുമാനമെന്നതും ശ്രദ്ധേയം. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളിൽ അഖിലേഷിന്റെ പിന്തുണ ആപ്പിന് ഗുണം ചെയ്തേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എസ്പി സഖ്യത്തിന് യുപിയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരു പാർട്ടികൾക്കിടയിലും ചെറുതല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക സഖ്യകക്ഷികളോടുള്ള കോൺഗ്രസിന്റെ നിഷേധാത്മക മനോഭാവം സഖ്യത്തിനുള്ളിൽ മറ്റൊരു കൂട്ടായ്മ രൂപപ്പെടാൻ ഇടയാക്കുന്നുവെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. ബിജെപിക്കെതിരായ പോരാട്ടത്തിൽ മറ്റ് സഖ്യകക്ഷികളുടെ സംഭാവനകൾ അംഗീകരിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നാണ് ഒരു മുതിർന്ന എസ്പി നേതാവ് തന്നെ വ്യക്തമാക്കിയത്. അതേസമയം ഇന്ത്യ സഖ്യത്തിലെ മറ്റൊരു കക്ഷിയായ CPM ഡൽഹിയിൽ 2 സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്.